ഈ ഉമ്മ എന്ത് ചെയ്തു എന്നാണ് എനിക്ക് ഓരോരുത്തരോടും ചോദിക്കുന്നത്. വാർത്താ മാധ്യമങ്ങളിൽ വന്ന പല കാര്യങ്ങളുമാണ് പലരും വിശ്വസിച്ചിരിക്കുന്നത്. ആരും ഈ ഉമ്മയുടെ കാര്യത്ത് നേരിട്ട് വന്നൊരു കാര്യം ചോദിച്ചിട്ടില്ല. എല്ലാവർക്കും നമസ്കാരം. അഫാൻ കേസുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ചധികം എക്സ്ക്ലൂസീവ് സാധനങ്ങളാണ് ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് നല്ല നടപ്പിന് അവാർഡ് കൊടുക്കാൻ പോകുന്നു എന്നുപോലുള്ള കാര്യങ്ങൾ അറിയാൻ സാധിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ആയിട്ട് അഫാന്റെ ഉമ്മാന്റെ ഇന്റർവ്യൂ ഞാൻ കാണാനിടയുണ്ടായി. കണ്ട സമയത്ത് ഞാനിങ്ങനെ ആലോചിക്കുക, ഇവരെന്താ ഇപ്പൊ ഇങ്ങനെ പറയുന്നത്? അതും പുതിയൊരു സാധനം വന്നിട്ടുണ്ട്, അതായത് ബ്രസ്റ്റ് ക്യാൻസറിന്റെ കാര്യവും അവർ പറയുന്നുണ്ട്. അപ്പൊ ഇതിനാണോ ഇത്രയും പൈസ ചിലവായത്? എങ്കിൽ എന്തിനാണ് ഇവർ ഇത്രയും മറച്ചു വെച്ചത്? അത് ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ അത്രയും വിഷയം ഉണ്ടാവത്തില്ലല്ലോ. പിന്നെ അഫാന്റെ വാപ്പാക്ക് ഇതൊന്നും അറിയത്തില്ലായിരുന്നു. അങ്ങേര് എന്തുകൊണ്ടാണ് ഇത്രയും ചിലവായതെന്ന് ചോദിക്കുമ്പം അറിയത്തില്ലെന്നാണ് പറഞ്ഞത്. അപ്പൊ ഏത് രീതിയിലാണ് ഈ സാധനം കണക്ട് ആവുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും നമുക്ക് ഇന്റർവ്യൂ കണ്ടു നോക്കാം. ക്യാൻസർ ആണോ? എന്ത് ക്യാൻസർ ആണുള്ളത്? ബ്രസ്റ്റ് ക്യാൻസർ ആണ് 10 വർഷമായിട്ട്. അപ്പൊ ഇത് നമ്മുടെ നാട്ടിൽ ആർക്കെങ്കിലും അറിയാമായിരുന്നോ? നാട്ടിൽ അങ്ങനെ പൊതുവെ അറിയത്തില്ല. അപ്പൊ ഞാനത് അങ്ങനെ ചോദിക്കാനുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ലക്ഷങ്ങളുടെ കടബാധ്യതയാണ് ഉമ്മ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് പൊതുവെ നമ്മുടെ സമൂഹത്തിലെല്ലാം പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഭർത്താവ് പ്രവാസിയായിരുന്ന് കഷ്ടപ്പെടുമ്പോൾ ഇവിടെ ഉമ്മയും മക്കളും ധാരാളിത്തം കാണിച്ച് ലക്ഷങ്ങളുടെ കടം വരുത്തി വെച്ചുവെന്നാണ് പൊതുസമൂഹത്തിൽ അഫാന്റെ ഉമ്മയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് സത്യം എന്ന് തന്നെയാണ് ഇന്നും വിശ്വസിക്കുന്നതായി ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതിന്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. അമ്മയും മോനും കൂടി എന്തിനാണ് ഇത്രയും കടം അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഒക്കെ വാങ്ങി കൂട്ടി ഈ കോലത്തിലാക്കി വച്ചത്? പിന്നെ ബ്രസ്റ്റ് ക്യാൻസറിന് ചികിത്സിച്ചാണ് ഇത്രയും കടമായതെന്നാണ് ഇവരിപ്പോ പറയുന്നത്. അത് പുതിയൊരു അറിവാണ്, പുതിയൊരു കേട്ടറിവാണ്. അതുപോലെ അഫാന്റെ വാപ്പാരുടെ അടുത്ത് അന്ന് ചോദിച്ച സമയത്ത് അങ്ങേർക്ക് അറിയത്തില്ല എന്തുകൊണ്ടാണ് ഇത്രയും കടമായതെന്ന്. ആകെ അറിയാവുന്നുള്ളത് ഒരു ലോണുള്ളത്, അത് 15 ലക്ഷത്തിന്റെ. പിന്നെ ഈ 10, 60, 40, 50 ഒക്കെ ആയിട്ട് എങ്ങനെ ആയിത്തീർന്നെന്ന് ആർക്കും ഒരു പിടിയില്ലാത്ത രീതിയിലാണ് അദ്ദേഹം അന്ന് സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇവരെ അങ്ങ് വലിച്ചു കീറി വെച്ചിട്ടുള്ളത്. ഇവരിങ്ങനെ ധാരാളിത്തം കാണിച്ച് നടന്ന് കടം വരുത്തി വെച്ച് കുട്ടിച്ചോറാക്കി കുടുംബം നാറാണത്താക്കി എന്നുള്ളൊരു കാര്യം. അത് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ പെട്ടെന്ന് എവിടെ നിന്ന് ഒരു ബ്രസ്റ്റ് ക്യാൻസറിന്റെ കാര്യം വരുന്നു, ഭർത്താവിന് അറിയത്തുപോലുമില്ല. ഭർത്താവിന്റെ അടുത്ത് ചോദിച്ച സമയത്ത് അങ്ങേര് പറഞ്ഞു വേറെ ഒരു കടവുമില്ല, ഇതാണ് കടം, ആകെ 15 ലക്ഷം ലോണ്. പിന്നെ എവിടെ നിന്ന് ഈ കടം വന്നു എന്നുള്ളൊരു ചോദ്യം. പിന്നെ വേറൊരു കേസടെ ബ്രസ്റ്റ് ക്യാൻസറിന് ചികിത്സിച്ച് ഇത്രയും കടം വന്നു കഴിഞ്ഞാൽ ഉടനെ അനിയനെയും കാമുകയും സ്വന്തം ഉമ്മാനെയും അമ്മുമ്മയും എല്ലാരും തല്ലിക്കൊന്ന് സെറ്റപ്പാണ്. എനിക്ക് അതറിഞ്ഞൂടാ, അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. അത് പുതിയൊരു അറിവാണ്. എല്ലാരും തല്ലിക്കൊന്നിരിക്കുന്ന പുതിയൊരു അറിവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും ബാക്കി അറിയാം. ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിട്ടാണ് പോയത്. 2-3 വർഷമൊക്കെ അതിനുശേഷം വന്നായിരുന്നു. നാട്ടിൽ വന്ന് ചികിത്സിച്ചിട്ടൊക്കെ പോയായിരുന്നു. പിന്നെ ഇപ്പൊ 7 വർഷം കൊണ്ടാണ് നാട്ടിൽ വരാത്തത്. ഇപ്പൊ റഹീമിക്കയ്ക്ക് ഈ സംഭവം അറിയാം. അതായത് 2-3 വർഷം വന്ന് ചികിത്സിച്ചിട്ടൊക്കെയാണ് പോയത്. പിന്നെ 7 വർഷം കഴിഞ്ഞ് ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോഴും ഈ സംഭവം നടന്നപ്പോഴാണ് വന്നതെന്നാണ് പറയുന്നത്. 7 വർഷം മുന്നേ ഉള്ള 2-3 വർഷത്തിലായിരുന്നു ഈ പ്രശ്നം. അത് ചികിത്സിച്ച് ഭേദമാക്കിയെന്നും പറയുന്നുണ്ട്. ആ ഒരു രീതിയിലാണ് ഈ സാധനം വന്നത്. എന്നിട്ട് അതിനുശേഷമുള്ള 7 വർഷം അങ്ങേ അവിടെ കിടന്ന് പട്ടിയെ പോലെ പണിയെടുത്ത് അയച്ചു കൊടുത്ത പൈസ എല്ലാം എവിടെ പോയി? അതാണ് അടുത്ത ചോദ്യം. ഇതാണ് എന്റെ ചോദ്യം. ഇല്ല, നമ്മൾ ധാരാളിത്തം അങ്ങനെ കാണിക്കാറില്ല. ഞാനും എന്റെ മോനും എന്റെ ആസാനും 3 പേരും കൂടെ ചേർന്ന് നമ്മൾ 3 നേരം സാധാരണ ഒരു കുടുംബത്തിൽ ഇല്ല. നമുക്ക് അങ്ങനെ ട്രിപ്പ് ഇപ്പൊ 2 വർഷമായി നമ്മൾ ഡ്രസ്സ് തന്നെ എടുത്തിട്ട് 2 വർഷമാകും. 2 വർഷമായിട്ട് എടുത്തിട്ടില്ല. അപ്പൊ 2 വർഷമായിട്ട് ഡ്രസ്സ് എടുപ്പില്ല, കാര്യമില്ല, ധാരാളത്തെ ജീവിതമില്ല. പിന്നെ എവിടെയാണ് പൈസ എല്ലാം കൂടി നിങ്ങളോട് കുഴിച്ചിട്ട്? അപ്പൊ ഇത് വേറെ എന്തോ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ബ്രസ്റ്റ് ക്യാൻസറിന്റെ ചികിത്സ 7 വർഷം മുന്നേ റഹീമിക്ക വന്ന് നാട്ടിൽ വന്ന് ചികിത്സിച്ച കേസാണ് പറയുന്നത്. അതായത് അതിനുശേഷമുള്ള 7 വർഷം റഹീമിക്ക പുറത്തായിരുന്നു. അവിടെ നിന്ന് അധ്വാനിക്കുന്ന പൈസ നാട്ടിലോട്ട് അയച്ചു കൊടുത്തുകൊണ്ടിരുന്നു. അതൊന്നും തികയാതെ വീണ്ടും കടം വാങ്ങിക്കൂട്ടി എന്നുള്ളൊരു കാര്യമാണ് വാസ്തവമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ കേസിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരാം. ഈ ബ്രസ്റ്റ് ക്യാൻസറിന്റെ ചികിത്സ അത് ഉണ്ടായിരുന്നെങ്കിൽ 7 വർഷം മുന്നേ ആയിരുന്നു. അതായത് റഹീമിക്കയുടെ അടുത്ത് ചോദിച്ചപ്പോൾ എവിടെ നിന്നാണ് ഈ കടം വന്നതെന്ന് അറിയത്തില്ല. ഇതിന്റെ അർത്ഥം ബ്രസ്റ്റ് ക്യാൻസറിന്റെ ചികിത്സയ്ക്കായിട്ടാവണമെന്നില്ല ഈ പൈസകൾ വാങ്ങിക്കൂട്ടിയത്. അതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ഒരു കാര്യം. ഇവരുടെ വായിന്ന് തന്നെ വീഴുന്നുണ്ട് 7 വർഷത്തിന് മുന്നേ ഇങ്ങേര് വന്ന് ചികിത്സിച്ചെന്നുള്ള കാര്യമാണ്. ചികിത്സിച്ച് മാറ്റിയതിനു ശേഷം തുടർന്നുള്ള 7 വർഷം അങ്ങേര് പ്രവാസിയായിട്ട് നിൽക്കുകയായിരുന്നു. അവിടെ സമ്പാദിച്ച പൈസയാണ് എല്ലാം കൂടി വെള്ളത്തിൽ പോയത്. അതാണ് അങ്ങേരടുത്ത് ചോദിച്ചപ്പോൾ ഇവർക്ക് ഏത് രീതിയിലാണ് ഈ കടം വന്നതെന്ന് അറിയത്തില്ല. അങ്ങേർക്ക് ചികിത്സിച്ചതിന്റെ കടം ഒരു പക്ഷെ അപ്പം തന്നെ വീട്ടിൽ കാണും. പിന്നെ ആകെ ഉള്ള 15 ലക്ഷം ലോണ്, അതും അടയ്ക്കാൻ കൊടുത്ത പൈസ ബാക്കി മുക്കി എന്തൊക്കെയോ ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. നമ്മൾ ആരും പൊട്ടന്മാരല്ല, മറന്നിട്ടുമില്ല. ഈ അഫാന് എന്ന് പറയുന്നത് മൂത്ത മകനാണല്ലോ. ഈ മൂത്ത മകൻ ഒരു ധാരാളിയായിരുന്നു. അടിച്ചു പൊളിച്ച് നടക്കുക, അല്ലെങ്കിൽ വില കൂടിയ ബൈക്കിൽ നടക്കുക, അങ്ങനെ വെള്ളമടി, അങ്ങനെ ആ ഒരു രീതിയിലായിരുന്നു നടന്നത്. ഇല്ല, അവൻ ഞാൻ പറയണ എന്തും അവൻ അനുസരിച്ചാണ് അവൻ ജീവിച്ചുകൊണ്ടിരുന്നത്. എവിടെ പോയാലും അവൻ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ എനിക്ക് എമ്മച്ചി ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞ് ഫോൺ വിളിക്കും, ഫോട്ടോ അയച്ചു തരും.
എന്റെ അടുത്ത് നിൽക്കണം അപ്പൊ ഞാൻ ചോദിക്കും മക്കളെ നീ വരാത്തെന്ന് അമ്മ ഞാൻ എന്റെ അടുത്ത് നിൽക്കണം. അല്ലാതെ അവൻ ഈ വിപരീതമായി ഞാൻ പറയണത് അല്ലാതെ അവൻ വേറെ ഒന്നും. ആരാടെ അത്രയ്ക്ക് ശാന്തസ്വരൂപനായ മകൻ? അങ്ങനെയൊക്കെ ഒരു മകനുണ്ടാ? ഫോട്ടോ എടുത്ത് അയക്കുകയാണ് അമ്മയ്ക്ക് എവിടെ നിൽക്കുന്നുണ്ടെന്നൊക്കെ. എന്നെയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ എവിടെ നിൽക്കുന്നത്, ആ വരണം, ഈ ഒരു സെറ്റപ്പിൽ തന്നെ സംസാരിക്കില്ലെന്ന് പറയുന്നില്ല. എന്ന് വെച്ചിട്ട് നമുക്ക് വീട്ടിൽ സ്നേഹക്കുറവുണ്ടെന്നോ ഒന്നുമല്ല. നമ്മളങ്ങനെയാണ്. നമ്മളാരെയും തല്ലി കൊല്ലാനും പോകുന്നില്ല, ആവശ്യമില്ലാത്ത കടം വരുത്തി വെക്കാനും പോകുന്നില്ല. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ ഉമ്മയുടെ അടുത്ത് അത്രയും സ്നേഹവാത്സല്യനായിട്ട് അത്രയും പെർഫെക്റ്റ് ആയിട്ട് നിന്ന് എവിടെയെങ്കിലും നിന്ന് കഴിഞ്ഞാൽ അവിടത്തെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുന്ന ഒരു മകൻ. അങ്ങനത്തെ മകൻ കേരളത്തിൽ വളരെ കുറവാണ്. അങ്ങനെ ഒരു മകനെ പരിചയപ്പെടാൻ സാധിച്ചാൽ വളരെയധികം നല്ലൊരു കാര്യമാണ്. അതുകൊണ്ടായിരിക്കും ഇത്രയും പെർഫെക്റ്റ് ആയ മകൻ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഇത്രയും കൊല നടത്തിയത്. കൊള്ളാം. ഈ എന്തെങ്കിലും ദുശീലങ്ങൾ ഉണ്ടായിരുന്നോ വെള്ളം പിടിക്കുക? അങ്ങനെ ഇല്ല, ഒരിക്കലും കണ്ട ഇത്തിരി വെള്ളം അടിച്ചോണ്ട് വന്നാന്ന് ഞാൻ അതായത് ചെറുപ്പക്കാരൻ എന്നുള്ള നിലയിൽ ഒരു കമ്പനിയൊക്കെ കൂടിയപ്പോ കഴിച്ചിട്ടുണ്ടായിരിക്കാം. അല്ല സ്ഥിരമായിട്ടൊരു മദ്യപാനി? ഇല്ല മദ്യപാനിയല്ല, എന്റെ കൊച്ചു മദ്യപാനി. വല്ലപ്പോഴൊക്കെ അടിക്കും, സ്ഥിരമായിട്ട് മദ്യപാനിയൊന്നുമല്ല. ചെറുപ്പക്കാരല്ലേ ആ ഒരു രീതിയിൽ. സത്യം പറഞ്ഞാൽ ഞാൻ അത് പ്രോത്സാഹിപ്പിക്കത്തില്ല. എന്തിനാണ് ചെറുപ്പക്കാരായ അടിക്കണമെന്നല്ല നിയമപുസ്തകം എഴുതി വെച്ചിട്ടുണ്ട്. ചെറുപ്പക്കാരാണോ നിങ്ങൾ അടിച്ചിരിക്കണം ഒന്നുമില്ലല്ലോ. മദ്യപിക്കുന്നതെന്ന് ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല. അല്ലെങ്കിൽ തന്നെ അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നെടുത്ത് സപ്പോർട്ട് ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കത്തില്ല. എന്തിന് സപ്പോർട്ട് ചെയ്യണം? ചെറുപ്പക്കാരായിട്ടാണ് അടിക്കുമെന്ന് രണ്ടെണ്ണം അത് പറ്റത്തില്ല, സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. എന്തിന്? ചെറുപ്പക്കാർക്ക് അടിക്കാൻ വേണ്ടിയിട്ട് വല്ല നിയമം ഉണ്ടോ? എങ്കിൽ പറ, എങ്കിൽ കൊള്ളാം, ചെറുപ്പക്കാർ അടിച്ചേ പറ്റൂ. ആ നിയമം ഉണ്ടെങ്കിൽ നമുക്കൊന്ന് അറിയണമല്ലോ. മദ്യപാനം പോലും ഓരോ കൊല ചെയ്യുമ്പോഴും ബാറേക്കാർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ചെറുപ്പക്കാർ വല്ലപ്പോഴും അടിച്ചുകൊണ്ടിരുന്നവന്മാര്. കൊള്ളാം, അടിപൊളി, നല്ല അടിപൊളി. നിങ്ങൾ എല്ലാവരും കൂടി അവനെ വെളുപ്പിച്ച് പുതിയൊരു അവാർഡൊക്കെ കൊടുത്ത് പുറത്തിറക്കി ഒരു പ്രതിമയൊക്കെ വെച്ചിട്ട് സമൂഹത്തിന് നല്ലവനാണ്, 5 കൊല ചെയ്തവനാണ്, മറ്റേ അന്യറമാമി, ഞാൻ 5 കൊല പണിട്ടെ അതെ സെറ്റപ്പിൽ കൊണ്ട് ഇരുത്ത്. ഞാനല്ല എന്ത് പറയാം ഇവനെയൊക്കെ ന്യായീകരിക്കുന്നു. ചെറുപ്പക്കാരടിക്കണമല്ലേ അടിക്കണമെന്ന്. എന്റെ പൊന്നു ചേട്ടാ, നിങ്ങൾക്കെങ്കിലും കുറച്ച് ഉളുപ്പുമാണ്. ഇവനെ ഒന്ന് ന്യായീകരിക്കാൻ നിൽക്കരുത്. ഉള്ള കാര്യം പറയാം. എനിക്ക് ചികിത്സാപരമായിട്ടും പിന്നെ ബാങ്കിലെ ലോണുമായിട്ടാണ് ഞാൻ അന്ന് സാറിന്റെ അടുത്ത് കാണിച്ചു. സാറേ എനിക്ക് എന്റെ കാർഡ് കാണിച്ചിട്ട് ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് 3000 രൂപ പോലും ഇല്ല ഹോസ്പിറ്റലിൽ പോവാൻ എന്ന് പറഞ്ഞിട്ട് ഒരു സാർ എന്നെ വഴക്ക് പറഞ്ഞു. എന്റെ പൊന്നാൻറ്റി, നിങ്ങൾ എന്നെ കുറച്ച് മുന്നേ പറഞ്ഞ് 7 വർഷം മുന്നേ നിങ്ങളുടെ ഹസ്ബൻഡ് വന്ന് ട്രീറ്റ്മെന്റ് ചികിത്സകളൊക്കെ ചെയ്തെന്ന്. അതിനുശേഷം 7 വർഷത്തോളം അങ്ങോട്ട് തുടർന്ന് നാട്ടിൽ വന്നിട്ടില്ല. അപ്പൊ അതല്ല കടം. ഈ ക്യാൻസർ ചികിത്സ അല്ല കടം, അല്ല, അത് കൺഫേമാ. ആയിരുന്നെങ്കിൽ അങ്ങേര് തന്നെ പറയുമായിരുന്നു അതിന്റെ ട്രീറ്റ്മെന്റിൽ കുറെ പൈസ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങേര് ആകെ പറയുന്നത് ഈ 15 ലക്ഷത്തിന്റെ ലോണാണ്. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ കടം? അതുകൊണ്ട് നേരെ അതിൽ കൊണ്ട് അടിച്ചു വെക്കാൻ നിൽക്കരുത്. ഞാനുള്ള കാര്യം പറയാം. ഈ പണ്ട കടങ്ങൾ ഇത്രയും വന്നിരിക്കുന്നത് ഇങ്ങനെയാണെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ പൊതുജനത്തിൽ പല സമൂഹ മാധ്യമങ്ങളിലും വന്നിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പ്രവാസിയായ റഹീമിക്ക അയച്ച പൈസ മൊത്തം ദൂർത്തടിച്ച് കളഞ്ഞ് അനാവശ്യമായി ഈ കടങ്ങൾ വരുത്തി വെച്ചു. സൂപ്പർ. ഇതിപ്പം കറങ്ങി തിരിഞ്ഞ് വെളുപ്പിച്ച് എടുക്കുകയാണ്. കൊള്ളാം. ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ അഫാന് കയ്യവത്താൻ പറ്റിയാണ്. അയ്യോ അറിയാതെ അവന്റെ കയ്യിൽ നിന്ന് പിച്ചാത്തി ചറിയു വീഴുന്നതാണ് എന്നൊക്കെ ഉള്ള രീതിയിലും ചുറ്റിക ചറിയു വീഴുന്നതാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ ആക്കി തീർക്ക്. എന്നിട്ട് അവനെ പുറത്തിറക്കിയിട്ട് അടുത്ത കളക്ടറാക്കി പിടിച്ച്. എന്റെ പൊന്നു ചേട്ടന്മാരെ, ഇങ്ങനെയൊന്നും വെളുപ്പിക്കാൻ നിൽക്കരുത്. ഞാൻ ഉള്ള കാര്യം പറയാം. 5 പേരെ കൊന്നതാണ്. സ്നേഹിച്ച പെണ്ണ്, അപ്പുറത്ത് ഇപ്പുറത്തുള്ള എല്ലാത്തിനെയും തീർത്തും കൊണ്ട് അവൻ എന്ത് കഴപ്പാണ് കാണിച്ചത്? അവനവന്റെ കുടുംബത്തിനെ ന്യായീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. അവന്റെ കുടുംബത്തിന് നമ്മൾ തെറ്റു പറയേണ്ട കാര്യമില്ല. പക്ഷേ ഇവർ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും അൾട്ടറലി ഫേക്കാണ്. അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഓരോ സമയത്ത് ആദ്യം ഇവരെ മാത്രമായിരിക്കും കൊല്ലാൻ ശ്രമിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് മകനെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കും. എന്നാൽ വീണ്ടും കുറച്ച് ദിവസം കഴിഞ്ഞ് അവർ അത് തന്നെയാണ് പറഞ്ഞത്. പിന്നെ മാറ്റി പറയുന്നു. ഇപ്പൊ വന്നിട്ട് പുതിയ കാര്യമായിട്ട് ബ്രസ്റ്റ് ക്യാൻസർ. ഒരു പക്ഷേ ക്യാൻസർ ഉണ്ടായിരുന്നിരിക്കാം ഈ പറഞ്ഞതുപോലെ 7 വർഷം മുന്നേ. അത് അവരുടെ വായിന്ന് തന്നെ വീണിട്ടുണ്ട്. അതാണ് പറയുന്ന ദൈവം എവിടെയെങ്കിലും ഒരു തുരുമ്പിട്ട് കൊടുക്കും. അത് നമ്മളെ പോലെയുള്ളവന്മാരെ പിടിച്ചങ്ങ് കയറും. അപ്പൊ ഈ ഒരു മകൻ ഇത്രയും കൊലപാതകങ്ങളും കാര്യങ്ങളും ചെയ്ത് ഏകദേശം ഇത്താടെ ഇളയ മകനെ അടക്കം റഹീമിക്കയുടെ ബന്ധുക്കാരെ അടക്കം 5ഓളം പേരെ ക്രൂരമായിട്ടാണ്. ഒരു സാധാരണ ലെവലിലുള്ളതല്ല. നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. അത്രത്തോളം മെന്റലി ഇതായിട്ടുള്ള ഒരാളെ ചെയ്യത്തുള്ളൂ. അങ്ങനെ ചെയ്ത ഒരാളെ കാണണം എന്ന് ഇത്ത പറഞ്ഞ എന്തുകൊണ്ടാണ്? അന്നത്തെ ദിവസം ഞാൻ അറിഞ്ഞിരുന്നില്ല. 5 പേരെ ഇങ്ങനെ കൊന്നറിഞ്ഞില്ല. എന്റെ ഇളയ മോനെ കൊന്നെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അതൊക്കെ കൊണ്ടാണ് എനിക്ക് മോനെ കാണണമെന്ന് മാത്രം ഈ ഒരു ഉപദ്രവം ചെയ്തിട്ടുള്ളൂ. എന്നോട് മാത്രമേ ഈ ഉപദ്രവം ചെയ്തിട്ടുള്ളൂ എന്ന് വെച്ചിട്ടാണ് അങ്ങനെ ഞാൻ പറഞ്ഞത്. ഞാനും അതന്ന് പറഞ്ഞ കേസായിരുന്നു. ഇവർ അങ്ങനെ ആയിരിക്കണം ആദ്യം പറഞ്ഞത്. പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും അവർ അതേ സ്റ്റാൻഡിൽ തന്നെ നിന്ന് പിന്നെ പതുക്കെ എയറിലാണെന്ന് മനസ്സിലാക്കിയ ശേഷം പതുക്കെ മാറ്റി പറഞ്ഞു തുടങ്ങിയതായിട്ടാണ് എനിക്കന്ന് വ്യക്തമായിട്ട് മനസ്സിലായ ഒരു കാര്യം. എന്തായാലും കൊള്ളാം. ബാക്കി അപ്പൊ പക്ഷെ പിന്നെ ഈ ഇത്രയും പേര് മരിച്ചു കാര്യങ്ങളൊക്കെ അറിഞ്ഞ മരിച്ചെന്ന കാര്യങ്ങളൊക്കെ അറിയണ 7-ാം ദിവസമാണ്. 5-ാം ദിവസം
മോൻ മരിച്ചെന്ന് ഇക്ക പറഞ്ഞാണ് അറിയുന്നത്. 7-ാം ദിവസവും ഇക്ക പറഞ്ഞാണ് ഈ മാമി ബാക്കിയുള്ളവർ മരിച്ചെന്നൊക്കെ അറിയുന്നത്. ഇത്രയും പേര് മരിച്ചു എന്നറിഞ്ഞു കഴിയുമ്പോ പിന്നെ ആ മോനെ കാണണമെന്നൊരു തോന്നലുണ്ടോ? ഇല്ല, പിന്നെ മോനെ കാണണമെന്നില്ല, എന്റെ അപ്പയെ കൊന്നു, പിന്നെ എനിക്ക് കാണണമെന്നില്ല. അവനെ കാണണമെന്നൊന്നും പറഞ്ഞളയല്ലേ, വീണ്ടും ഏറിപ്പോ. സത്യമുള്ള കാര്യം പറയും, ഇനി അവനെ മോനായിട്ട് പോലും കരുതരുതെന്നാണ് എന്റെ ഒരു ഒപ്പീനിയൻ. അത് റഹീം എന്ന് പറയുന്ന വ്യക്തി കുറച്ചൊക്കെ സ്റ്റാൻഡായിട്ട് നിൽക്കുന്നുണ്ട്. ഇത്രയും തകർത്ത് തരിപ്പണമാക്കി ആ പരനാറിയെ ഇനി എന്റെ മകനായിട്ട് സ്വീകരിക്കുന്നില്ല എന്നുള്ളൊരു നിലപാടിൽ നിൽക്കുന്നത് പോലെ അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇനി അവനെ ജയിലിൽ പോയി കാണാനോ അവനെ കാണണം എന്നുള്ള ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ അടിച്ച് കയറി കയറ്റിവിടും. ഉള്ള കാര്യം പറയാം, ജയിലിലൊക്കെ ഇനി പോയി അവനെ കാണാൻ നിൽക്കരുത്. ഇനി എങ്ങാണ്ട് 2 ദിവസം കഴിയുമ്പോൾ അഫാനെ കാണാൻ ജയിലിലെത്തി ഉമ്മ എന്ന് നമുക്ക് പറയേണ്ടി വരുമോ അറിയത്തില്ല. എനിക്ക് അവനെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇതൊക്കെ എന്തിനാണ് ഇതൊക്കെ നീ ചെയ്തതെന്ന് എനിക്ക് ചോദിക്കണം. ഒരു വട്ടമെങ്കിലും ചോദിക്കണം. അത്രത്തോളം സ്നേഹത്തോടെയാണ് വളർത്തിയത്. എല്ലാ സ്വാതന്ത്ര്യങ്ങളും കൊടുത്ത് ഈർക്കിൽ പോലും എടുത്ത് ഞാൻ അവനെ അടിച്ചിട്ടില്ല. അവനെ നഖം വെട്ടി കൊടുക്കുമായിരുന്നു, അവന് ചോറ് വാരി കൊടുക്കുമായിരുന്നു. 2 മക്കളെയും തലേദിവസം ചോറ് ഒരു മാറി കൊടുത്താണ് ഞാൻ അവരെ കിടത്തിയത്. നഖം വെട്ടാൻ അറിഞ്ഞുകൂടെ, അവന് നഖം വെട്ടാൻ പറ്റൂല, പെരുപ്പാണ് കൈയും ദേഹമൊക്കെ പെരുക്കും. അതുകൊണ്ട് ഞാനാണ് അവന് നഖം പോലും വെട്ടി കൊടുക്കുന്നത്. ചുമ്മാ അല്ല ഇങ്ങനെയൊക്കെ ആയത് മോൻ, പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെയൊക്കെയല്ലേ വളർത്തിയത്. ഇത്രയും പോത്ത് പോലെ വളർന്നവന് നഖവും വെട്ടി കൊടുത്ത് ലാളിച്ച് കൊഞ്ചിച്ച് നല്ലതും ചീത്തയും പറഞ്ഞു കൊടുക്കാതെ ധാരാളിത്തം കാണിച്ച് ജീവിച്ച് കുടുംബം തന്നെ തൊലച്ച്. മക്കളെ അടിച്ചു വളർത്തേണ്ട സമയത്ത് അടിച്ചു തന്നെ വളർത്തണം. എന്നൊന്നും മടൽ വെട്ടി അടിക്കണമെന്നല്ല, ശാസിക്കണം, നല്ലതും ചീത്തയും പറഞ്ഞു കൊടുക്കണം. അല്ലാണ്ട് ഇതുപോലെ അല്ല. ഞാനൊന്നും പറയുന്നില്ല, ഇനി ഇവരെ വടിച്ചു കീറാൻ എനിക്ക് അറിയാത്തോണ്ടല്ല, വേണ്ട. അന്നത്തെ ദിവസം ചായയിൽ എന്തോ കലക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പിന്നീടല്ലേ ചായ വെച്ചിരുന്ന് എടുത്ത് കുടിച്ചത്. അപ്പൊ അതിലെന്തോ ഉണ്ടെന്നാണ് എന്റെ സംശയം. പക്ഷേ ഇതൊന്നും സംഭവിക്കത്തില്ല, ഇല്ലായിരുന്നു, സംഭവിക്കൂലായിരുന്നു. എന്റെ വീട്ടിലൊരു 3 വീട്ടിലും ഒന്നും സംഭവിക്കൂലായിരുന്നു. ഓഹോ, അങ്ങനെയൊക്കെ മോൻ നിരപരാധിയാണ് എന്നുള്ളൊരു കാര്യം, അല്ലെങ്കിൽ കയ്യബദ്ധം പറ്റിയതാണെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് കറങ്ങി തിരിഞ്ഞു വരുന്നത് പോലെ തോന്നുന്നു. ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത്, അല്ലെങ്കിൽ സംഭവിക്കില്ലായിരുന്നു. എന്തായാലും സംഭവിച്ചല്ലോ. ഇനി വെളുപ്പിക്കാൻ നിൽക്കരുത്, ഉള്ള കാര്യം പറയാം. പക്ഷെ ഇത് മൊത്തം അഫാൻ എന്തൊക്കെയോ കരുതി കൂട്ടി ഇത്തരം കടങ്ങളോ, ഈ അഫാന് കടങ്ങൾ വല്ലതും ഉണ്ടോ? ഇല്ല, അവനൊരു കടവും ഇല്ല. നമുക്ക് ഈ വീട്ടിലുള്ള കടങ്ങൾ മാത്രമേ ഉള്ളൂ. യാതൊരു വിധമായ പ്രശ്നങ്ങളോ ഇല്ലായിരുന്നു അഫാന് കട. പക്ഷെ തലേദിവസം പിന്നെ ബാങ്കിൽ നിന്ന് സാറ് വന്നതിന്റെ ജപ്തി ചെയ്യുമെന്ന് പറഞ്ഞതിന്റെ അവന് പിന്നെ ആൾക്കാർക്ക് അറിയും മാനക്കേട് അവന് തോന്നിയായിരുന്നു. പക്ഷെ അവനൊരു വിഷമം ഉണ്ടായിരുന്നു. കടം ഈ കടത്തിന്റെ പിന്നിലെ കടമാണ് എനിക്കറിയേണ്ടത്. സത്യം പറഞ്ഞാൽ അത് ഈ ബ്രസ്റ്റ് ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് ഒന്നുമല്ല എങ്കിൽ റഹീം പറയുമായിരുന്നു, ഉറപ്പായിട്ട് പറയുമായിരുന്നു, ചികിത്സ ചെയ്തിട്ടാണ് ഇത്രയും കടമായിരുന്നു. അതൊന്നും അല്ല. കാരണം 7 വർഷത്തിന് മുന്നെയാണ് ഈ ചികിത്സാ കാര്യങ്ങൾ നടന്നതെന്ന് അവർ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവരുടെ വായിന്ന് തന്നെ വീണു. അതുകൊണ്ട് അതല്ല വിഷയം, അതല്ല മക്കളെ, അതല്ല. ഇത് ധാരാളിത്തമാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ആകാം. പിന്നെ അന്ന് തന്നെ സാറിനെ പിടിക്കാനൊക്കെ ഇറങ്ങിയപ്പോ ഞാൻ പിടിച്ചകത്ത് കയറ്റിയത്. അപ്പൊ അതൊരു മാനസികമായിട്ട് കിടന്നുണ്ട്. അറിയുമ്പോൾ ഒരു നാണക്കേട് കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കാം. ഇനി എന്തെങ്കിലും പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? മോൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തില്ലേ? നഖം വെട്ടി കൊടുത്തിരുന്ന സമയത്ത് വളർത്തേണ്ട രീതിയിൽ നല്ലതും ചീത്തയും പറഞ്ഞു കൊടുത്ത് വളർത്തണമായിരുന്നു. അല്ലാതെ നഖവും വെട്ടി കൊടുത്തല്ലേ ഇരുത്തേണ്ടായിരുന്നു. കുഞ്ഞിലെ എല്ലാവരും ചെയ്യും. കാള പോലെ വളർന്നിട്ട് വീണ്ടും നഖവും വെട്ടി കൊടുത്ത് കൊഞ്ചിച്ചു പഴയിപ്പിച്ച് ഇരുത്തി കഴിഞ്ഞാൽ മക്കൾ ഇതുപോലെയൊക്കെ ആവും. പിന്നെ കടം അതൊന്നും അല്ലടേ, അതൊന്നും അല്ല. എന്തൊക്കെയോ ചീഞ്ഞ് നാടുന്നുണ്ട്. എനിക്ക് നല്ല വശപ്പശൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഉമ്മ എന്ത് ചെയ്തു എന്നാണ് എനിക്ക് ഓരോരുത്തരോടും ചോദിക്കുന്നത്. വാർത്താ മാധ്യമങ്ങളിൽ വന്ന പല കാര്യങ്ങളുമാണ് പലരും വിശ്വസിച്ചിരിക്കുന്നത്. ആരും ഈ ഉമ്മയുടെ കാര്യത്ത് നേരിട്ട് വന്നൊരു കാര്യം ചോദിച്ചിട്ടില്ല. മകൻ ചെയ്ത ഒരു തെറ്റിന് ഈ അമ്മയെ എന്തിനു ക്രൂശിക്കുന്നു എന്നാണ് എനിക്ക് ഓരോരുത്തരോടും ചോദിക്കാനുള്ളത്. മകൻ ചെയ്ത തെറ്റാണ്. അതിന് ന്യായീകരിച്ചത് കൊണ്ടാണ് ഇവരെ ക്രൂശിച്ചത്. അല്ലാതെ ഇതിന്റെ അപ്പുറം വേറൊന്നുമില്ല. എന്റെ ബന്ധുക്കളോ ആരും എന്നെ കാണാൻ വന്നിട്ടില്ല. അപ്പൊ അതിന്റെ വിഷമം നല്ല രീതിയിലുണ്ട്. വിഷമമുണ്ട്. കാരണം ആരും ആൾക്കാർ വന്നിട്ടില്ല, എന്റെ ആൾക്കാർ വന്നിട്ടില്ല, ആരും വന്നിട്ടില്ല. തീർത്തും ഒറ്റപ്പെട്ടു പോയ തീർത്തും രാവും പകലും ഒറ്റപ്പെട്ട അവസ്ഥയാണ് ഇവിടെ. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ വന്നൊന്ന് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പം ഒരിച്ചിരി കൂടെ നമുക്കൊരു ആശ്വാസം കിട്ടും. കണ്ടു കഴിഞ്ഞാൽ എനിക്ക് കൂടെ ആശ്വാസം. അവരോടൊക്കെ നമ്മുടെ കാര്യങ്ങൾ പറയുകയും കരയൊക്കെ ചെയ്യുമ്പോ എനിക്ക് ആശ്വാസം കിട്ടും. എങ്ങനെ വരും? മോൻ ചെയ്ത നല്ല പ്രവൃത്തിയാണോ? അല്ല. അല്ലെങ്കിൽ മോനെ അബദ്ധം പറ്റിയതാണോ? അല്ല. 5 പേരടക്കം കൊല്ലാൻ ശ്രമിച്ചതും കൊന്നതുമാണ്. ആ ഒരു വീട്ടില് ആര് വരും? ഏത് ബന്ധുക്കൾ വരും? ഞാനായാൽ പോലും പോകില്ലല്ലോ, പറ്റത്തില്ല. എങ്ങനെ പോകും? പിന്നെ നിങ്ങളും എയറിലാണ്, നിങ്ങളും അവനെ ന്യായീകരിക്കുന്ന കുറെ കാര്യങ്ങളൊക്കെയാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഒരിക്കലും ആരും വരാൻ പറ്റത്തില്ല. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താക്കാൻ വേണ്ടി പുതിയ വീഡിയോ ഇടണം.